അങ്കണവാടികളിലെ പരിഷ്കരിച്ച ഭക്ഷണ മെനു ഈ മാസം മുതലാണ് നടപ്പാക്കാൻ പോകുന്നത്. ഈ മാസം 8 മുതൽ പുതിയ മെനു പ്രകാരമുള്ള ഭക്ഷണം വിതരണം ചെയ്യണമെന്ന് വനിതാ ശിശു വികസന ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ്. മെനു പ്രകാരമുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിൽ അങ്കണവാടി ജീവനക്കാർക്ക് പരിശീലനം നൽകും. മുട്ട ബിരിയാണി പാകം ചെയ്യാൻ സർക്കാർ വിതരണം ചെയ്യുന്ന അരി ഉപയോഗിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ നിലവിലെ പണം ഉപയോഗിച്ച് ഇവ എങ്ങനെ പ്രാവർത്തികമാകുമെന്ന പ്രതിസന്ധിയിലാണ് അങ്കണവാടി ജീവനക്കാർ. സംസ്ഥാനത്തെ അങ്കണവാടികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണ മെനു, അത് പുതുക്കിയ ഭക്ഷണ മെനു വളരെയധികം ചർച്ചയായ ഒന്നാണ് സംസ്ഥാനത്ത്. കാരണം ബിരിയാണി അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ഭക്ഷണ മെനു ആണ് പരിഷ്കരിച്ച മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ പലയിടങ്ങളിലും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ഇടങ്ങളിലും അത് കൊടുക്കാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പ്രധാന കാരണമായി അധ്യാപകരടക്കം പറയുന്നത് ഈ സാമ്പത്തിക ബാധ്യത തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും ഈ മാസം, അത് വരുന്ന സെപ്റ്റംബർ 8 മുതൽക്ക് തന്നെ ഈ ഭക്ഷണം നൽകണം എന്നുള്ള പുതിയ മെനു പ്രകാരമുള്ള ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് നൽകി തുടങ്ങണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വനിതാ ശിശു വികസന ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങൾ എന്തായി എന്നുള്ള കാര്യം നമുക്ക് ഈ അംഗൻവാടികളിലെ ജീവനക്കാരോട് തന്നെ ചോദിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം മുട്ട ബിരിയാണി ചൊവ്വാഴ്ചയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ശനിയാഴ്ച ദിവസം മുട്ട പുലാവ് എന്ന് പറയുന്ന ഒരു ഭക്ഷണമാണ് നമ്മൾ പാകം ചെയ്യാനുള്ളത്. നിർദ്ദേശിക്കുന്ന അളവനുസരിച്ച് 5 ഗ്രാം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ നിർദ്ദേശിക്കുന്ന അളവനുസരിച്ചാണ് നമ്മൾ ഇതിൽ ചേർക്കാനുള്ളത്. അതുപോലെ 2 ഗ്രാം നെയ്യ്, ഇങ്ങനെയുള്ള വളരെയധികം വില കൂടുതലായിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ ഇതിൽ ഉത്തരവിൽ പറയുന്ന അങ്ങനെയാണ്. അപ്പം ഈ ഉത്തരവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ കടമ്പ എന്ന് പറയുന്ന സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. പ്രശ്നം തന്നെയാണ്. 2 സമയത്തെയും കൂടി ഉച്ചയ്ക്ക് ശേഷമുള്ള മെനു നമുക്ക് വളരെ കട്ടിയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സാമ്പാർ, ഇഡ്ഡലി, ആ സാമ്പാറിലേക്ക് എല്ലാ പച്ചക്കറികളും വേണം. അതിനൊക്കെയുള്ള തുക എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു വിഷമത്തിലാണ് ജീവനക്കാര്. ഓണം കഴിഞ്ഞു വന്നാൽ ഈ മെനു പ്രകാരമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പാകം ചെയ്ത് കൊടുക്കണം. സാമ്പത്തികം കണ്ടെത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഒരു അറിയിപ്പ് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിലേക്ക് വേണ്ടി റേഷൻ അരിയാണ് നമുക്ക് തരുന്നത്. ആ റേഷൻ അരിയും കുട്ടികൾക്ക് 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം മുട്ട തരുന്നുണ്ട്. ആ മുട്ടയിൽ നിന്നുള്ള ആ മുട്ടയുമാണ് അവർ തരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടെത്തണം. നിലവിൽ ഇപ്പോൾ മുട്ട ബിരിയാണിയുടെ കാര്യത്തിൽ ഈ നൂൺ ഫീഡിങ്ങിനായി കൊണ്ടുവരുന്ന മുട്ട അത് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റേഷനരി ഉപയോഗിച്ച് ഈ ഒരു ബിരിയാണി പാകം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പാകം ചെയ്യുമ്പോഴും വൈകുന്നേരത്തെ അടക്കം ഭക്ഷണം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുകയാണ്. കാരണം ഇഡലിയും സാമ്പാറും അടക്കം നൽകുവാനാണ് പുതിയ മെനു പ്രകാരം പറയുന്നത്. അത് മാത്രമല്ല പല പരിഷ്കരണങ്ങളും വൈകുന്നേരത്തെ ഭക്ഷണത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരു വിദ്യാർത്ഥിക്ക് 5 രൂപ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 2.5 രൂപയും വൈകുന്നേരം 2.5 രൂപയുമാണ്. ഈ ഒരു 2.5 രൂപ കൊണ്ട് എങ്ങനെ ഇതൊക്കെ നൽകാൻ കഴിയുമെന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണുള്ളത്. എന്തായാലും വനിതാ ശിശു വികസന ഡയറക്ടറുടെ ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. 8-ാം തീയതി മുതൽക്ക് തന്നെ ഭക്ഷണം കൊടുത്തു തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ ഈ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നറിയാത്ത ഒരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും അംഗനവാടി ജീവനക്കാർ ഉള്ളത്. ചന്ദന സാജുവിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.